കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നു. ഒറ്റത്തവണ പാക്കേജ് എന്ന നിർദ്ദേശമാണ് പ്രശ്നപരിഹാരത്തിന് കോടതി മുന്നോട്ട് വെച്ചത്. കടമെടുക്കാൻ കാട്ടുന്ന വ്യഗ്രത കേരളത്തെ അപകടത്തിലാക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. കേരളത്തിന് 5000 കോടി നൽകാമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, 5000 കോടി നൽകാമെന്നാണോ കേന്ദ്രം പറയുന്നത്? കേരളത്തിന്റെ പ്രതികരണം എന്താണ്? ഏറ്റവും രസകരമായിട്ടുള്ള ചില ദൃശ്യങ്ങൾക്കാണ് വേണു അല്പസമയം മുമ്പ് ഈ കേസിലെ നടപടികൾ പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ കോടതി സാക്ഷ്യം വഹിച്ചത്. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, കേന്ദ്രം ചില കണക്കുകൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ട് നൽകാനാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 21-ാം തീയതി ഈ കേസ് പരിഗണിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കേരളം ആവശ്യപ്പെട്ടത് ഈ നോട്ടിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ തടയണം എന്നുള്ളതാണ്. ഈ വിവരങ്ങൾ സർക്കാരിനെ സംബന്ധിച്ച് വലിയ വിഷമതകൾ ഉണ്ടാക്കുന്നതാണ്. അഥവാ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അത് പ്രസിദ്ധീകരിക്കുന്നതിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നൽകുന്ന ഇതിൽ നിന്ന് കേന്ദ്രത്തെ വിലക്കണം എന്നുള്ളതാണ് കേരളം ആവശ്യപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ കോടതി ഇത് അനുവദിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു വാർത്തകളെല്ലാം ഉണ്ടായി മാധ്യമങ്ങളിൽ വന്നതാണ്. അതുകൊണ്ട് അത് തടയുന്നത്, അതിനെക്കുറിച്ചൊരു കാര്യം, നൽകുന്നതിനെ കുറിച്ചോ നൽകാത്തതിനെ കുറിച്ചോ ഒന്നും തങ്ങൾ പറയുന്നില്ല, നിബന്ധന വയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 21-ലേക്ക് കേസ് മാറ്റിയിരിക്കുന്നു. ഇന്ന് ഈ കേസ് കേട്ടു തുടങ്ങിയ കേന്ദ്രത്തിന്റെ വാദം കേട്ടുകൊണ്ടാണ് കേന്ദ്രം പറഞ്ഞത് സാമ്പത്തിക അച്ചടക്കം കേരളത്തിനില്ല എന്ന വാദമാണ് കേന്ദ്രം പറഞ്ഞത്. 10,000 കോടി രൂപ എങ്കിലും ഇത്തവണ അനുവദിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് സംസ്ഥാനവും ആവശ്യപ്പെട്ടു. 5,000 കോടി രൂപയിൽ കൂടുതൽ അനുവദിക്കാനായിട്ട് സാധിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ, ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാവുന്ന പരിധി അതിന്റെ GSDP-യുടെ 3% എന്നത് തന്നെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അതൊരു സാമ്പത്തിക തത്വം അനുസരിച്ചിട്ടുള്ള കണക്കാണ്. ഒപ്പം ധനകമ്മീഷനും ഈ നിബന്ധന മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇത് ലംഘിച്ചുകൊണ്ട് സർക്കാരിന് ഒരു പ്രത്യേക പരിഗണന ഒരു സംസ്ഥാനത്തിന് നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുക സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ 5,000 കോടി രൂപ, നിലവിലുള്ള സാഹചര്യം, സുപ്രീം കോടതിയുടെ ഇടപെടൽ, ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഈ 5,000 കോടി എന്നത് നൽകാം എന്നാണ് കേന്ദ്രം സ്വീകരിച്ചത്. ആ ഘട്ടത്തിലാണ് കേരളത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഈ വിഷയത്തിൽ തങ്ങൾക്ക് ഏറ്റവും അടിയന്തരമായിട്ടുള്ള ആവശ്യമാണ് ഉള്ളത്. ആ ആവശ്യം ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ബാധ്യത കേന്ദ്ര സർക്കാരിന് ഉണ്ടാക്കുന്നതല്ല. ഇപ്പോൾ ഈ 10,000 കോടി രൂപ കടമെടുക്കാൻ അനുവദിച്ചാൽ അത് വരുന്ന സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദം അത് ഈടാക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മതം സംസ്ഥാനത്തിനുണ്ട്. ഏതെങ്കിലും വിധത്തിൽ അതിനെ എതിർക്കില്ല എന്ന് പറയുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള വാദം ആണ് ഇപ്പോൾ കോടതിയിൽ പൂർത്തിയായത്. ഇതനുസരിച്ച് 21-ാം തീയതി രണ്ട് ഭാഗത്തിനും പറയാനുള്ളത് നോട്ടായിട്ട് സമർപ്പിക്കാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഈ നോട്ടുകൾ കൂടി പരിഗണിച്ചതിന് ശേഷം അന്തിമവാദം കേട്ട് കാര്യങ്ങൾ തീരുമാനിക്കും. എന്താണ്, എത്ര മാത്രമാണ് തുക എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമടക്കം അന്നായിരിക്കും, അക്കാര്യത്തിലായി ആ ദിവസമായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. രാധാകൃഷ്ണൻ, കഴിഞ്ഞ ദിവസം ഇന്നലെ ഇത് പരിഗണിക്കുമ്പോൾ 10 ദിവസം പോലും കേരളത്തെ സംബന്ധിച്ച് പ്രതിസന്ധിയുള്ള ഒരു സമയമാണ്, കാലാവധിയാണ് എന്ന് കേരളം പറഞ്ഞിരുന്നു. ഇപ്പോൾ 21 എന്ന് പറയുമ്പോൾ 8 ദിവസം. അതിനിടയിലുള്ള സാഹചര്യത്തെ കേരളം എങ്ങനെ നേരിടും? ഇതടക്കമുള്ള കാര്യങ്ങൾ അവിടെ വന്നില്ലേ വാദമായി? ഇതിന് ഈ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള കണക്കുകൾ, ആ കണക്കുകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ തള്ളും എന്നുള്ളതാണ് കോടതി ഉന്നയിച്ച ഒരു സംശയം. അടുത്ത വർഷത്തെ നൽകുന്ന ഈ അർഹതപ്പെട്ട തുക അതിനെ അധികരിച്ചു പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് കടമെടുപ്പ് പരിധിയിൽ ഈ കേരളത്തിന്റെ വാദങ്ങൾ ഇപ്പോൾ അംഗീകരിച്ചാൽ കേന്ദ്രത്തെ സംബന്ധിച്ച് വലിയ ബാധ്യതയാണ് വരാൻ പോകുന്നതെന്ന് കേന്ദ്രം വ്യക്തമാക്കി. കാരണം ഇതേ മാതൃകയിൽ മറ്റു സംസ്ഥാനങ്ങളും അപേക്ഷയുമായിട്ട് എത്തും. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഒരു സമാന രീതിയിൽ തന്നെ കാര്യങ്ങളെ പരിഗണിക്കേണ്ടി വരും. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ അതിനെ ഈ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. 5,000 കോടി രൂപ, ഈ 5,000 കോടി രൂപ കൊണ്ട് സംസ്ഥാനത്തിന് ഈ വിഷയങ്ങളെല്ലാം നേരിടാൻ സാധിക്കും. അഥവാ ഏതെങ്കിലും വിധത്തിൽ അടുത്ത വർഷത്തെ പരിധിയിൽ നിന്ന് കുറയ്ക്കാം എന്ന ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനം സ്വീകരിച്ചാൽ പോലും, അങ്ങനെ തുക അനുവദിച്ചാൽ അത് സംസ്ഥാനത്തെ ജനങ്ങളുടെ അവകാശങ്ങളെയും അവർക്ക് മേലുള്ള ഒരു ബാധ്യതയും ആയിട്ടാണ് ഇത് എത്തുക. അടുത്ത വ്യാഴാഴ്ച വിശദമായിട്ടുള്ള വാദം ഇക്കാര്യത്തിൽ അതുകൊണ്ട് തന്നെ കേൾക്കാം എന്നൊരു നിരീക്ഷണത്തിലേക്ക് കോടതി എത്തുകയായിരുന്നു. 21-ാം തീയതി അടുത്ത വ്യാഴാഴ്ച ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദത്തിലേക്ക് എത്തും. 5,000 കോടി വാങ്ങിച്ചുകൂടെ എന്ന് കേരളത്തോട് ചോദിച്ചു. ആ ഘട്ടത്തിൽ 5,000 കോടി കിട്ടാനായിട്ടുള്ള അർഹത ഇപ്പോൾ തന്നെ കേരളത്തിനുണ്ട് എന്ന മറുപടിയാണ് കപിൽ സിബൽ പറഞ്ഞത്. അതിനർത്ഥം 5,000 കോടി കേരളം സ്വീകരിക്കും എന്ന്
തന്നെയാണ്. അങ്ങനെ വായ്പ ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കേരളം നിലപാടിൽ ഉറച്ച് നിൽക്കുകയാണ്. മാത്രമല്ല കേരളത്തോട് കേന്ദ്രം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഒരു വഴി, ഇത് മറികടക്കാനായിട്ടുള്ള ഒരു വഴി സംസ്ഥാനം തന്നെ കണ്ടെത്തണം എന്നുള്ളതാണ്. ഈ ചർച്ചകളുമായി മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങളിൽ കേരളം സ്വീകരിച്ച നിലപാടുകൾ ഇതാണ്, അഥവാ കേരളത്തിന്റെ സാമ്പത്തിക ക്രമം ഇതാണ് എങ്കിൽ അതിനെ പര്യാപ്തമാക്കുന്ന വിധത്തിൽ ഒരു വിനിമയ രീതി സംസ്ഥാനം ഉണ്ടാക്കണം എന്ന് കോടതി പറയുകയും ചെയ്തു. കേന്ദ്ര നിർദ്ദേശം ഈ 5000 എന്നുള്ള നിർദ്ദേശം അതൊരു ഫൈനൽ സെറ്റിൽമെന്റ് എന്ന രീതിയിലുള്ള നിർദ്ദേശം കേരളം സമ്മതിച്ചിട്ടില്ല. കേന്ദ്രത്തിന്റെ ആ നിർദ്ദേശം സംസ്ഥാനം തള്ളുകയുമാണ് ഉണ്ടായത്. വേണം രാധാകൃഷ്ണൻ, അപ്പോൾ ഇന്നലെ ഒരു കേരളത്തിന് മേൽക്കൈ എന്ന് വ്യാഖ്യാനിക്കാവുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ ഒരു ഫലം ഉണ്ടായില്ല എന്നാണോ കരുതേണ്ടത്? കൂടാതെ കർശന വ്യവസ്ഥകളോടെ കൂടുതൽ പണം നൽകൂ എന്ന ഒരു രക്ഷാ പാക്കേജ് സുപ്രീം കോടതി പറയുമ്പോൾ അങ്ങനെ ചെയ്യാതെ 5000 കോടി എന്നതിലേക്ക് പരിമിതപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്നെ കേന്ദ്രം കൈക്കൊണ്ടു എന്നുമാണോ കരുതേണ്ടത്? ഇതിൽ ഇന്ന് കേന്ദ്രത്തിന് ഭാഗത്ത് നിന്നുണ്ടായത് വളരെ കൃത്യമായിട്ടുള്ള ചില ഇടപെടലുകളാണ്. ഒന്ന്, ഈ സ്ഥിതിവിവര കണക്കുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ പക്കലുള്ള കാര്യങ്ങൾ അവർ കോടതിയിൽ ഉദ്ധരിച്ചു. അതിൽ കോടതിയിൽ ഈ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ, സാധാരണഗതിയിൽ ഈ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കേന്ദ്രത്തിന് ആ വിധത്തിൽ സുപ്രീം കോടതി അങ്ങനെ ഒരു ഇടപെടൽ പതിവുള്ളതല്ല. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് നടാടെയാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഹർജി സുപ്രീം കോടതിയിൽ എത്തുന്നത്. ഇത് ആദ്യത്തേതാണോ എന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ തന്നെ കേരളം പറഞ്ഞത് ഇത് യുണീക്ക് ആണ്, ഇങ്ങനെ ഒരു ഹർജി ഇതുവരെ വന്നിട്ടില്ല എന്ന് കേരളം തന്നെ പറയുകയും ചെയ്തു. കേന്ദ്രം ഇതിനെ വ്യാഖ്യാനിച്ചത് പക്ഷേ ബെയിൽ ഔട്ട് ആയിട്ടാണ്. ബെയിൽ ഔട്ട് എന്നുള്ളത് ഈ അടുത്ത വർഷത്തെ ഈ ബാധ്യത അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഉണ്ടാക്കുന്ന ബാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന വിധത്തിൽ കേന്ദ്രം അത് പറയുകയും ചെയ്തു. ഇത് കേരളത്തെ സംബന്ധിച്ച് ഉദ്ധരിച്ച സ്ഥിതിവിവര കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കേരളം ഇപ്പോൾ കൈപ്പറ്റിയിരിക്കുന്ന തുകയേക്കാൾ കൂടുതൽ തുക കൈപ്പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ 18 ദിവസം ബാക്കി നിൽക്കി ഏതാണ്ട് 19,370 കോടി കൂടി കടമെടുക്കാൻ എങ്ങനെ അനുവദിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നിർദ്ദേശം നൽകാനായിട്ട് സാധിക്കും എന്ന ചോദ്യത്തോട് പക്ഷേ ബെഞ്ചിന് പ്രതികരിക്കാൻ ബെഞ്ച് തയ്യാറായില്ല. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള ഒരു സമവായത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാനായിട്ട് സുപ്രീം കോടതിയെ പ്രേരിപ്പിച്ചത്. അതാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഒരു സമവായം എന്ന രീതിയിൽ കാര്യങ്ങൾ പോകണം. ആ ഘട്ടത്തിലാണ് 10,000 കോടിയുടെ ഒരാശയം കപിൽ സിബൽ മുന്നോട്ട് വയ്ക്കുന്നത്. അത് നടക്കത്തില്ല, 10,000 കോടി നൽകാനായി സാധിക്കില്ല എന്നുള്ളതായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്. അങ്ങനെ നൽകിയാൽ മറ്റ് സംസ്ഥാനങ്ങൾ ഇതൊരു രക്ഷാ പാക്കേജ് ആണ് എന്ന വ്യാഖ്യാനം തന്നെ വരുന്നത് വലിയ അപകടമുണ്ടാക്കും, സാമ്പത്തികമായിട്ടുള്ള വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ബെയിൽ ഔട്ട് പാക്കേജ് ആക്കി ഇതിനെ വിശദീകരിക്കാനായിട്ട് തങ്ങൾ തയ്യാറല്ല, അങ്ങനെ ഒന്നിനെ പരിഗണിക്കാൻ തയ്യാറല്ല എന്ന് കേന്ദ്രം തീർത്തു പറയുകയും ചെയ്തു. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വിവരങ്ങൾ തങ്ങൾ കോടതിക്ക് കൈമാറുകയാണ്. കോടതി ഈ വിഷയത്തിൽ ഒരു തീരുമാനം അതുകൊണ്ട് കൈക്കൊള്ളാവുന്നതാണ്. കേരളത്തിന് താങ്ങാവുന്ന പരിധിയിൽ അപ്പുറമുള്ള തുക ചോദിക്കുന്നു, ഇതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. ഇതായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്. രാധാകൃഷ്ണൻ, കേരളത്തിൻ്റെതൊരു പ്രത്യേക സാഹചര്യമാണ് എന്ന് സുപ്രീം കോടതി ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. എന്ന് മാത്രവുമല്ല, ഒരു രക്ഷാ പാക്കേജ് എന്നതിലേക്ക് അസാധാരണമായ ഒരു ഇടപെടലും കോടതി നടത്തി. വീണ്ടും കണക്കുകൾ കൊണ്ടുവരുന്നു കേന്ദ്രം, അത് പരിശോധിക്കുന്നതിലേക്ക് സുപ്രീം കോടതിക്ക് കടക്കേണ്ടി വരുന്നു. ഇനി കേരളത്തിൻ്റെ ഭാഗവും അതുമായി ബന്ധപ്പെട്ട് കേൾക്കേണ്ടതായി വരും. അങ്ങനെ കൂടുതൽ സാങ്കേതികമായ കാര്യങ്ങളിലേക്ക് ഇതിൻ്റെ നിയമ നടപടികൾ പോകുമെന്നാണോ കരുതേണ്ടത്? അങ്ങനെയെങ്കിൽ ഇന്നലെ കോടതി പരിഗണിച്ച കേരളത്തിൻ്റെ അടിയന്തര സാഹചര്യം എന്നതിൻ്റെ ഭാവി എന്താകും? ഈ അടിയന്തര സാഹചര്യം എന്നുള്ളത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് വരെയുള്ള ആ കാലയളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തെയാണ് ഈ അടിയന്തരമായിട്ടുള്ള സാഹചര്യം, ആ കാലയളവ് അങ്ങനെയാണ് വിവക്ഷിച്ചത് വേണു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനി ഉണ്ടാകുന്ന നടപടിക്രമങ്ങൾ അത് ഇപ്പോഴത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഈ ദിവസം ഈ ഏപ്രിൽ 1 വരെയുള്ള സമയത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഏതെങ്കിലും വിധത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാൻ പറ്റുന്നില്ല. ഇപ്പോൾ കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത് തങ്ങൾ ഈ കടമെടുക്കാനായിട്ടുള്ള പരിധി എത്രയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാടുണ്ടാക്കിയിരിക്കുന്നു. അത് 5000 കോടിയാണ്. എല്ലാ കാര്യങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിച്ചാലും നൽകാനായിട്ട് സാധിക്കുക. ആ തുക സംസ്ഥാനം കൈപ്പറ്റണം. അത് കൈപ്പറ്റുകയും ഒപ്പം സാമ്പത്തികമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ചട്ടങ്ങൾ സംസ്ഥാനം പാലിക്കുകയും ചെയ്താൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് സംസ്ഥാനത്തിന് കരകയറാൻ
സാധിക്കും. അല്ലാതെ കടം വാങ്ങി കൂട്ടുക എന്ന ഒരു സമീപനത്തെ കേന്ദ്രത്തിന് അംഗീകരിക്കാൻ സാധിക്കില്ല. സംസ്ഥാനത്തെ ജനങ്ങളുടെ താല്പര്യം, അതാണ് ഉപയോഗിച്ച വാക്ക്. സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ബാധ്യതയുണ്ടാക്കുന്ന ആവശ്യങ്ങളാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് കോടതിയിൽ കേന്ദ്രം പറഞ്ഞത്. അത് വ്യക്തമാക്കുന്ന കണക്ക് രേഖാപരമായിട്ട് തന്നെ കോടതിയിൽ സമർപ്പിക്കാം, നോട്ടായിട്ട് തന്നെ സമർപ്പിക്കാമെന്നും കേന്ദ്രം പറഞ്ഞു. ആ ഘട്ടത്തിലാണ് ഈ വിഷയത്തിൽ ഇനി ഒരു ഉത്തരവിന്റെ സാഹചര്യത്തിലേക്ക് പോകണമെങ്കിൽ രണ്ടു വിഭാഗത്തെയും വിശദമായിട്ട് കേട്ട് ഇക്കാര്യത്തിൽ ഒരു മറുപടി പറയാം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള തീയതികൾ കോടതി മുന്നോട്ട് വെച്ചെങ്കിലും ഈ തിരക്ക് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ച് 21-ാം തീയതി വ്യാഴാഴ്ച, അടുത്ത വ്യാഴാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കാം എന്നൊരു തീരുമാനത്തിലാണ് ഈ നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. വായ്പ എടുക്കാനുള്ള കേരളത്തിന്റെ അവകാശം ഹനിക്കാനായിട്ട് ഈ നടപടിക്രമങ്ങൾ കാരണമാകരുത് എന്ന് കേരളം ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. രാധാകൃഷ്ണൻ, ഇപ്പോൾ കേന്ദ്രം ഇന്ന് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയുണ്ടായല്ലോ, അത് പുറത്തു വരരുത് മാധ്യമങ്ങളിലൂടെ എന്ന് കേരളം ശഠിക്കാനുള്ള കാരണം എന്താണ്? കേരളത്തെ പ്രതിരോധത്തിലാക്കുന്ന വിവരങ്ങൾ അതിലുണ്ട് എന്നാണോ? വേണു, നോട്ട് കൊടുത്തു എന്നല്ല, നോട്ട് കൊടുക്കാനായിട്ട് കോടതി നിർദ്ദേശിച്ചു. അത് നൽകാമെന്നാണ് കേന്ദ്രം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രം ഉദ്ധരിച്ച കണക്കുകൾ, ആ കണക്കുകളെ സ്ഥാപിക്കുന്ന വിധത്തിലുള്ള ഒരു നോട്ട് തയ്യാറാക്കി നൽകാനായിട്ട് ബെഞ്ച് നിർദ്ദേശിക്കുകയായിരുന്നു. അത് അംഗീകരിച്ചു കേന്ദ്ര സർക്കാർ. അങ്ങനെ ഒരു നോട്ട് നൽകാം എന്ന് പറഞ്ഞു. ആ ഘട്ടത്തിലാണ് കപിൽ സിബൽ, കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ പറഞ്ഞത്, ആ നോട്ട് ആദ്യം മാധ്യമങ്ങളിൽ വരുന്ന വിധത്തിലേക്ക് പോകരുത്. അത് വന്നാൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആക്ഷേപങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കും. അത് തടയണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അടക്കമുള്ളവ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് കോടതി തയ്യാറാകണം എന്ന് പറഞ്ഞു. ആ ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്, സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നടപടിയല്ല സംസ്ഥാനം കാണിക്കാറുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്തെങ്കിലും കാര്യം ഒരു നിലപാടെന്ന രീതിയിൽ ഇപ്പോൾ തനിക്ക് ഹാജരായ അഭിഭാഷകൻ എന്നത് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. കോടതി പക്ഷേ അതിൽ ഇടപെട്ടില്ല. കോടതി ഇക്കാര്യങ്ങളിൽ രണ്ട് കക്ഷികൾക്കും അവരവരുടേതായിട്ടുള്ള മര്യാദകളും അവകാശങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ പറ്റൂ എന്നൊരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണൻ സുപ്രീം കോടതിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. കേരളത്തിന് 5000 കോടി നൽകാം എന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. 10,000 കോടി വേണം എന്ന ആവശ്യം കേരളവും മുന്നോട്ട് വയ്ക്കുന്നു.